ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറാൻ നല്ലതാണെന്ന് കരുതപ്പെടുന്നു. ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. പനകളുടെ നാടായ പാലക്കാട്ടുകാരുടെ സ്പെഷ്യലായ പനങ്കൂമ്പാണ് ഇത്. പനങ്കൂമ്പ് കണ്ടിട്ടില്ലാത്തവരുണ്ടോ? ഇതാണ് സാധനം. ഇതിനെ ഒന്ന് പുഴുങ്ങിയെടുത്താൽ നമുക്ക് കഴിക്കാം. അതിനായി ആദ്യം ഇതിന്റെ തോലൊക്കെ ഒന്ന് എടുത്തു മാറ്റണം. പനന്നൊങ്ക അറിയില്ലേ നിങ്ങൾക്ക്? അത് റോഡ് സൈഡിൽ വിൽപ്പനയ്ക്കായി വെച്ച് കണ്ടിട്ടുണ്ട്. പനയിൽ നിന്നും കിട്ടുന്ന പനന്നൊങ്ക് മൂക്കുമ്പോൾ പനമ്പഴമായി മാറും. അത് മണ്ണിലിട്ടാൽ ഇങ്ങനെ കൂമ്പായി വരും. ഇതിന്റെ രണ്ടറ്റവും മുറിച്ചു കളഞ്ഞാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാ കൂമ്പിന്റെയും തോല് കളഞ്ഞെടുക്കാം. കുട്ടിക്കാലത്ത് ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അന്നെല്ലാം പനകൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് പനകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ കൂമ്പിന്റെയും തോല് കളഞ്ഞിട്ടുണ്ട്. ഇതിന്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത്ര എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു കട്ടിംഗ് പാഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. പനങ്കൂമ്പിന് വലുപ്പം കൂടുതലാണെങ്കിൽ രണ്ടായി മുറിച്ച് പുഴുങ്ങിയെടുക്കാം. തലയും വാലും എല്ലാം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. 50 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. 9 എണ്ണം കാണും. ഇതിനെല്ലാം വൃത്തിയായി കഴുകിയ ശേഷം വായവട്ടമുള്ളൊരു കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാം. 2 എണ്ണം ഇതിനകത്ത് ഫിറ്റ് ആവുന്നില്ല. അതുകൊണ്ട് ഒന്ന് മുറിച്ചിടാം. 2 പീസായി മുറിച്ചിടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും വേണമെങ്കിൽ ഇത്തിരി മഞ്ഞളും 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് 3 വിസിലിന് വയ്ക്കാം. 3 വിസിൽ വന്നിട്ടുണ്ട്. കുക്കറിലെ പ്രഷറെല്ലാം പോയ ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. പനങ്കൂമ്പെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. നല്ല ചൂടുണ്ട് കേട്ടോ. ഇതെങ്ങനെ കഴിക്കാന്ന് നിങ്ങൾക്കറിയോ? കുറച്ചുപേരെല്ലാം ഇത് കഴിച്ചിട്ടുണ്ടാവും. ചിലർ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ അവർക്കായി ഇതെങ്ങനെ കഴിക്കുന്നത് എന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കഴിക്കാം. ആദ്യം ഇതിനെ രണ്ടായി പിളർക്കാം. അപ്പോൾ അതിന്റെ ഇടയിൽ കോല് പോലൊരു സാധനം ഉണ്ടാവും. നമ്മുടെ കുട്ടിപ്പന. അതിന്റെ അറ്റം നല്ല ടെൻഡറാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് അതും കഴിക്കാറുണ്ടായിരുന്നു. കയ്പുണ്ടെങ്കിലും കഴിക്കാൻ നല്ല രസമാണ്. പുറന്തോടിൽ നിന്നും കാമ്പുള്ള ഭാഗം ചീന്തിയെടുത്താണ് പനങ്കൂമ്പ് കഴിക്കേണ്ടത്. ഞാനിപ്പോ ഇത് കുറച്ച് ചീന്തിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ തോലെല്ലാം എടുത്തു മാറ്റണം. അതിനുശേഷം ആ കാമ്പ് മുറിച്ചെടുക്കണം. അവിടെയും കുറച്ച് നാരുകൾ കാണാം. കണ്ടില്ലേ, കുറച്ച് നാരുകള്. ഇതും ചീന്തിയെടുത്ത് മാറ്റാം. അതിനുശേഷം വീണ്ടും മുറിച്ചെടുക്കാം. ഇങ്ങനെയാണ് പനങ്കൂമ്പ് മുറിച്ച് കഴിക്കുന്നത്. ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറാൻ നല്ലതാണെന്ന് കരുതപ്പെടുന്നു. ചില ഔഷധ ഗുണങ്ങളും ഉണ്ടത്രേ ഇതിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം അടുത്ത വീഡിയോ.